ഇന്നലെ രാത്രി 10:30-ക്കായിരുന്നു ക്രിസ്ത്യാനോയുടെ പോർച്ചുഗലും കോങ്കോയും തമ്മിലുള്ള ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ മത്സരം നടക്കുന്നത്. 52 വർഷങ്ങൾക്ക് ശേഷമാണ് കോങ്കോ വേൾഡ് കപ്പിലോട്ട് വരുന്നത്. എന്നാൽ മത്സരം തുടങ്ങി 90 മിനിറ്റും അവസാനിക്കുമ്പോൾ 1-1 എന്ന സ്കോറിൽ കോങ്കോ പോർച്ചുഗലിനെ സമനിലയിൽ തളക്കുകയാണ്. ഫിഫ റാങ്കിങ്ങിൽ 48ാം സ്ഥാനക്കാരോട് പോർച്ചുഗൽ സമനിലയിൽ കുരുക്കാവാനുള്ള കാരണം എന്താണ്? അവർക്ക് എവിടെയാണ് പിഴച്ചത്? നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച മധ്യനിര പോർച്ചുഗലിനാണുള്ളത്. എന്നാൽ കോങ്കോയുടെ ഒരു അറ്റാക്കിങ്ങിൽ തീരാവുന്നതേയുള്ളൂ അവരുടെ ഇന്നലത്തെ ഒരു മധ്യനിര എന്ന് പറയാനുള്ളത്. പോർച്ചുഗലിൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ, കോങ്കോക്ക് ഒരു മികച്ച സ്ട്രൈക്കർ ഉണ്ടായിരുന്നില്ല. മികച്ചൊരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഒന്നിൽ കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിരുന്നു. കാരണം പോർച്ചുഗലിനെതിരെ അവർ അറ്റാക്കിംഗ് പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഒരു സ്ട്രൈക്കർ ഇല്ലാത്തതാണ് അവരുടെ പ്രശ്നം. ഇനിയാണ് എനിക്ക് പ്രധാനമായും പറയാനുള്ള കാര്യം. റൊണാൾഡോയെ അവർ മനഃപൂർവ്വം കാണാതിരിക്കുകയാണോ? അതോ റൊണാൾഡോയുടെ പഴയ കളിശൈലി മാഞ്ഞു പോയിരിക്കുകയാണോ? ഇതൊരു സംശയമല്ല, യാഥാർത്ഥ്യമാണ്. 90 മിനിറ്റും അവസാനിക്കുമ്പോൾ റൊണാൾഡോയുടെ ആകെ ടച്ച് 25 ആണ്. റേറ്റിംഗ് 5.6 ആണ്. ക്രിസ്ത്യാനോ പോർച്ചുഗലിന് വേണ്ടി കളിച്ചതിൽ വെച്ച് ഏറ്റവും മോശമായ പ്രകടനമാണ് ഇന്നലെ കാഴ്ചവെച്ചതെന്ന് ഞാൻ പറയും. ഇനി നിങ്ങൾക്കെന്താണ് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.